നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശീഘ്രസ്ഖലനത്തിൻ്റെ. ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അതെന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുകയാണ്, ബന്ധപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഒന്ന് ഒന്ന് ആസ്വദിച്ച് വരുന്ന സമയത്തേക്ക് എന്ത് ചെയ്യാണ്, അവർ പെട്ടെന്ന് ഉദ്ധാരണം നഷ്ടപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉദ്ധാരണ പ്രശ്നങ്ങളെ കുറിച്ചാണ്. കാരണം എന്ത് ചെയ്തിട്ടും ഉദ്ധാരണം കിട്ടുന്നില്ല. വളരെ പ്രായമുള്ള ആളുകൾ മാത്രമല്ല, വളരെ ചെറുപ്പക്കാർ 25 വയസ്സ് 30 വയസ്സായുള്ള ചെറുപ്പക്കാർ വരെ വരികയാണ്, ഡോക്ടറെ എനിക്ക് ഉദ്ധാരണ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് തീരെ ഉദ്ധാരണം കിട്ടുന്നില്ല, ഭാര്യൻ്റെ അടുത്ത് നാണം കെടുകയാണ്. അവരായിട്ട് എല്ലാം കഴിഞ്ഞ് അവരോട് എണ്ണുന്ന സെക്സിലേക്ക് ഏർപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് നോക്കുന്ന സമയത്ത് ലിംഗം ഉദ്ധരിക്കുന്നില്ല. പിന്നെ അവൾ ദേഷ്യം പിടിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾ സങ്കടം പറയാനുണ്ട്. വളരെ ചെറുപ്പക്കാർ, പ്രായമുള്ള ആളുകളല്ല. അപ്പം അത്തരം പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും അതിനെങ്ങനെ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹക്കീം സാലിഹ് ഗുരുക്കളാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞു, വളരെ നല്ല പോലെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല പോലെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന അവസാന സമയത്ത് സെക്സിലേക്ക് ഒരു പെനട്രേഷൻ എന്നുള്ള രൂപത്തിലേക്ക് എത്തുന്ന സമയത്താണ് ലിംഗം ഉദ്ധരിക്കാതായി പോകുന്നത്. പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ സ്ത്രീകൾ പലപ്പോഴും അവർ പല ആളുകളും പറയുന്നത് പിന്നെ നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്ത് നോക്കി പൊങ്ങുന്നില്ല. സ്ത്രീകൾ ഭാര്യ മാസ്റ്റർബേറ്റ് ചെയ്ത് തന്നു പക്ഷേ പൊങ്ങുന്നില്ല. അവർ ഓറൽ സെക്സ് വരെ ചെയ്തു തന്നു പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഇത് ഉദ്ധാരണം നടത്തുന്നില്ല. അത്രത്തോളം ഉദ്ധാരണം നശിച്ചു പോയിട്ടുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, സാറേ എൻ്റെ ഭാര്യയെ കണ്ടാൽ പോലും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഉദ്ധാരണം നടക്കുന്നില്ല, നഗ്നയായിട്ട് കണ്ടാൽ പോലും എനിക്ക് ഉദ്ധാരണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ശരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അത് ജീവിതത്തിലുള്ള നമ്മുടെ തുടക്കം മുതലുള്ള ശൈലി വ്യത്യാസങ്ങളാണ്. അതായത് പല ആളുകൾക്കും അത് സംഭവിക്കുന്നത് ജീവിതത്തിലുള്ള വൈകൃതങ്ങളാണ്. പിന്നെ വൈകൃതങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വൈകാരികമായിട്ടുള്ള തൃഷ്ണ വരുമ്പം പലതും ചെയ്യല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത്തരം ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭക്ഷണശീലം തന്നെയാണ് ഇതിൻ്റെ കാര്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തില്ല, നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമായതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഇപ്പോൾ മിഠായികൾ, ചോക്ലേറ്റുകൾ, ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ നിത്യോപയോഗമായിട്ട് ഇങ്ങനെ പോരുക. പഞ്ചസാര ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള നാഡീ ഞരമ്പുകളൊക്കെ വീക്കാവും. വർഷങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീക്ക്നെസ്സിലേക്ക് മനുഷ്യൻ എത്തുന്നത്. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മളൊരു വിവാഹത്തിൻ്റെ തലേന്ന് നമ്മളിങ്ങനെ ആയി തീരുകയല്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു പോന്നാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇത്തരം ഒരു ഉദ്ധാരണ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്? കാരണങ്ങളായിട്ട് പറയുന്നത് പ്രത്യേകമായിട്ടും നമ്മുടെ പ്രകൃതി വിരുദ്ധ നീക്കങ്ങൾ, ശീലങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് എല്ലാ ചെറുപ്പക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായപൂർത്തിയായവർ ശ്രദ്ധിക്കേണ്ടത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള യാതൊരു സുഖങ്ങളും നമ്മൾ തേടാൻ പാടില്ല. ഒരു നിലക്കും നമ്മൾ സ്വയംഭോഗം പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ വളരെ കൃത്യമായി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ. ഇപ്പോൾ നമ്മളെ ജീവിതശൈലി ഇപ്പോൾ എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭക്ഷണങ്ങളായിക്കോട്ടെ, വ്യായാമങ്ങളായിക്കോട്ടെ, ഉറക്കമായിക്കോട്ടെ, ഇതൊക്കെ വളരെ മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിനൊരു കാരണമാണോ? തീർച്ചയായിട്ടും 100% ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പഞ്ചസാര തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുക. നമ്മൾ പറയുന്നത് കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ചൊരു ഗ്രാമെങ്കിലും എല്ലാ ദിവസത്തിലും ഒരു വൈറ്റ് പോയ്സൺ നമ്മൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതെ, അതെ. കരിമ്പ് നീരെടുക്കുന്നു, അതിന് വൈറ്റമിൻ, കളേഴ്സ്, ഫൈബേഴ്സ് പോലത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നു. അതൊരു സ്റ്റാർച്ച് ആകുന്നു. സ്റ്റാർച്ചിൽ പിന്നെ 23 കെമിക്കൽ വേറെ കൂടുന്നു. അങ്ങനെ ഇതൊരു വൈറ്റ് പോയ്സണായി മാറുക. ഈ വൈറ്റ് പോയ്സൺ ഒരു ഗ്രാമെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നൊരു വ്യക്തിക്ക് തീർച്ചയായും അയാളുടെ ഞരമ്പുകൾ, അയാളുടെ എല്ലുകൾ ശോഷിച്ചു കൊണ്ടിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ മാത്രമല്ല, ഇപ്പം കഴിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ഇത്തരം പ്രശ്നങ്ങൾ ഇതിന് കാരണമാകുമോ? തീർച്ചയായിട്ടും ഷുഗർ, കൊളസ്ട്രോളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ടൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നാഡികളെ, ഗ്രന്ഥികളൊക്കെ ബലം കുറയ്ക്കും, ശോഷിക്കും, ക്ഷീണം സംഭവിക്കും, ക്ഷയിപ്പിക്കും. അതൊരു ക്ഷയമാണത്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഇത് ശരിക്ക് അവിടെ ഉദ്ധാരണം നശിപ്പിക്കുന്നത് നമ്മുടെ നാഡി ഞരമ്പുകളെ. ഇതിപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം, ഈ വൈറ്റ് പോയ്സൺ ചെന്നിട്ട് നമ്മുടെ നാഡി ഞരമ്പുകളെ വധിച്ച് കളയാണ്. ശരിക്കും ഒരു പോയ്സനാണ്. നമ്മൾ സെൽസുകൾ ഡെത്താക്കി കളയാണ്.
അപ്പം നമുക്ക് അനാരോഗ്യം നമുക്കുണ്ടാകും. അതാണ് അതിൻ്റെ വിഷയം. ഓക്കെ. ഇപ്പോൾ ഷുഗർ കൂടിയ ആളുകൾക്ക് പിന്നെ നമ്മളെ കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് കാലിലേക്കുള്ള തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കാലിൻ്റെ മരവിപ്പിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെ അതിപ്പോൾ കണ്ണിൻ്റെ കാഴ്ചൻ്റെ പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ ബാധിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഞരമ്പുകൾ രക്തയോട്ടം കുറയുന്നതും അതിൻ്റെ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ആണോ ഇതിൻ്റെ ലിംഗത്തിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും? തീർച്ചയായിട്ടും ഒരു ഷുഗർ പേഷ്യൻറ്റിനുള്ള രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് ഷുഗർ എന്ന രൂപത്തിലല്ല ഇത് പിടിപെട്ടത്. മറ്റൊരു രൂപത്തിലാണ് ഇത്, നാഡീ തളർച്ച എന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ഒരു അനാരോഗ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. അതായത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഷുഗറായിട്ട് പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല, ചിലപ്പം ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ പല സ്റ്റഡീസിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശരിക്കും ഈ ഉദാഹരണ പ്രശ്നം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാണിച്ചതിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഇത് പ്രമേഹത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചതിൻ്റെ ലക്ഷണമാണ്. അത് ശരിയാണോ? അത് നമുക്ക് 100% അത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, ഒരു അനാരോഗ്യത്തിൻ്റെ ഒരു സൂചനയാണല്ലോ ഇത്. അതെ അതെ. മനുഷ്യൻ നമ്മളാകെ എന്താണ്, ഒരു മനുഷ്യൻ ബീജമാണ്, ഒരു മനുഷ്യൻ ആകെ ബീജമാണ്, വേറൊന്നുമില്ല. കാരണം ഇതുവരെ ചാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു സംസർഗം കഴിയലോടുകൂടി പിന്നെ അദ്ദേഹം ആകെ തളർന്നു. അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം ശുക്ലമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ ശുക്ലം പുറത്ത് പോയപ്പോൾ അയാൾ തളർന്നു. അപ്പോൾ ഈ ശുക്ലത്തിന് സുതാര്യത നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് തന്നെയാണ് മനുഷ്യൻ്റെ ആരോഗ്യം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഉറക്കം ഇതിനെങ്ങനെ ബാധിക്കുന്നുണ്ടോ ഈ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളെ? തീർച്ചയായും ടൈമിന് ഉറങ്ങാതിരിക്കുന്നത് വളരെയധികം ക്ഷീണം ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ നാഡീ ഞരമ്പുകളുടെയും വേര് കിടക്കുന്നത് നമ്മുടെ മൂർധാവിലാണ്, ഉച്ചിപ്പത് മർമ്മത്തിലാണ്. അപ്പോൾ നമ്മുടെ തല അത് നമ്മുടെ പ്രധാന മോണിറ്ററാണല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മളെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുന്നു, നാഡീവ്യൂഹങ്ങളെ ക്ഷീണിപ്പിക്കുന്നു, ശരീരത്തിലെ കൈകാല് കടച്ചൽ, തരിപ്പ്, ലിംഗോദ്ധാരണക്കുറവ്, താല്പര്യക്കുറവ് എല്ലാം അതുകൊണ്ടുണ്ടാകുന്നു. ഉറക്കം വളരെ പ്രധാനമാണ്. ഓക്കെ. ഇപ്പോൾ പിന്നീട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് പിന്നെ വ്യായാമങ്ങളും മറ്റുള്ള കായിക കാര്യങ്ങളും. ഇപ്പോൾ രണ്ട് രൂപത്തിൽ പറയാറുണ്ട്. ഭയങ്കര ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കും ഉദാഹരണ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തീരെ എക്സസൈസ് ചെയ്യാത്ത ആളുകൾക്ക്, വ്യായാമം ചെയ്യാത്ത ആളുകൾക്കും ഉദാഹരണ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത് ശരിയാണോ? തീർച്ചയായിട്ടും അമിതമായ അമൃതം വിഷാണല്ലോ. വ്യായാമമാണെന്ന് കരുതി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നമ്മൾ വ്യായാമം എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. ചില ആളുകളുണ്ട് എപ്പോഴും വ്യായാമം, അത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ആ എനർജി കത്തിപ്പോകുന്നതിനനുസരിച്ച് നമ്മൾ ശരീരത്തിന് ആ നിലക്ക് എന്ത് ചെയ്യണം, നമ്മൾ പരിഹാരം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണ പ്രശ്നമായിക്കോട്ടെ, ശീകരസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരുക്കളുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇപ്പം ആളുകൾ ഉദാഹരണത്തിന് മെയിനായിട്ട് ചെയ്യുന്ന ആളുകളാണ് ഉദാഹരണം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കൂടുതൽ സമയം ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്നൊരു കാര്യം, ഒന്നുകിൽ മെഡിക്കൽ ഷോപ്പിലായിട്ട് വയാഗ്ര മരുന്നുകൾ വാങ്ങിക്കഴിക്കും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പല സ്പ്രേകൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് സമയം ലിംഗം ഇങ്ങനെ കട്ടിയായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ദൃഢതയോടെ വടി പോലെ നിൽക്കുക ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതിന് നല്ലതാണോ അല്ലെങ്കിൽ ദോഷമാണോ? ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ തന്നെ, ആയുസ്സിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. എല്ലാവരും ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത് 100% അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നിങ്ങൾ നല്ല സുതാര്യതയോടുകൂടി ചില ഭക്ഷണ ചിട്ടകളും ചില ഒറ്റമൂലികളും പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ വളരെ സന്തോഷ രൂപത്തിൽ ഇതിനൊക്കെ പരിഹാരം കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ അത്തരം എന്താണ് അവിടെ ശരിക്ക് അങ്ങനെ? കാരണം പലപ്പോഴും ആളുകൾ പറയുന്നത് വെച്ചാൽ ഇത്തരം മരുന്നുകൾ കഴിച്ചിട്ട് ആദ്യമൊക്കെ ഉദാഹരണം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഉണ്ടായത് ഇപ്പോൾ ഒരു 50% ആളായിരിക്കും, ഉദാഹരണമുള്ള ആളുകളായിരിക്കും ഇത് വാങ്ങിക്കഴിക്കുന്നത്. അന്നപ്പോൾ ചിലപ്പോൾ ഒരു 80-80% ഉദാഹരണം എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഒരു കുറച്ചായിട്ട് കഴിച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ നോർമലാന്ന് പറഞ്ഞാൽ 50 എന്നുള്ളത് ചിലപ്പോൾ 20-10 എന്ത് ചെയ്യാണ് അവർ ഉദാഹരണം എത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് വരികയാണ്. അതെന്തുകൊണ്ടായിരിക്കും? അത് അവരുടെ ജീവിത ശൈലി ഒന്ന് മാറ്റി പിടിച്ചാൽ തന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല. താൽക്കാലികം എന്നുള്ള നിലക്ക് ഉപയോഗിക്കുന്നവർക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒറ്റമൂല്യമൊക്കെ കൊടുത്താൽ തന്നെ അത് കൊടുത്ത് പിന്നെ മറ്റുള്ള ജീവിത ശൈലികളിലൊന്നും മാറ്റം വരാതെ തോന്നിയ സമയത്ത് പിന്നെ കിടന്നുറങ്ങി, തോന്നിയ സമയത്ത് ഉണർന്ന്, തോന്നിയ സമയത്ത് കുളിച്ച്, ഇങ്ങനെയുള്ള ഒരു ജീവിതശൈലി ഒന്നാകുമ്പോൾ ഈ മരുന്നുകളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതശൈലി ഒന്ന് മാറ്റി പിടിക്കുന്നതോടൊപ്പം ഇത്തരം ദോഷരഹിതമായിരിക്കുന്ന പച്ചമരുന്നുകളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പരിഹാരം കാണാൻ പറ്റും. അതെ. ഇപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്വന്തം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇപ്പോൾ ഉള്ളതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും?
മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നല്ല ശുദ്ധമായിരിക്കുന്ന പശുവിൻ നെയ്യ് ഇതിന് ഉപകാരമാണ്. നല്ല ആറാട്ട് കൂവപ്പൊടി ഇതിന് ഉപകാരമാണ്. മുരിങ്ങക്കായ ഇതിന് ഉപകാരമാണ്. മുരിങ്ങക്കായ ശരിക്കും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിക്കും സൂപ്പാക്കി കളയണം. ശരിക്കും വേവിച്ച് സൂപ്പാക്കിയിട്ട് അത് പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ഒരു വറവിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ദിവസം പോരാ. പിന്നെ തോരനൊക്കെ ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ചുകൊണ്ട് എണ്ണവും കാലവും നമ്മൾ ആ രൂപത്തിൽ നിയന്ത്രിച്ച് പോകേണ്ടതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പല ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചില ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ പറയാറുണ്ട്, അനാറൊക്കെ കഴിക്കുന്നത് രക്തയോട്ടം കൂടി കിട്ടാൻ. ഇപ്പോൾ മെയിനായിട്ട് അവിടേക്ക് പറയാറുള്ളത് നമ്മൾ ലിംഗത്തിലേക്ക് രക്തയോട്ടം കൂടിയാൽ തന്നെ നല്ല ഉദാഹരണം കിട്ടും, നല്ല ടൈമിങ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ അനാറൊക്കെ നല്ലപോലെ രക്തയോട്ടം കൂടാനൊക്കെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രക്തം കൂടി കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? രക്തയോട്ടം രക്തം കൂടിയത് കൊണ്ട് മാത്രം നമുക്ക് അത് പാസ് ചെയ്തോളണമെന്നില്ല. കാരണം അത് ഒഴുകി പോകുന്ന വഴിയും കൂടി ശക്തിപ്പെടേണ്ടതുണ്ടല്ലോ. അനാറൊക്കെ ശരിക്കും അതിന് വളരെയധികം നല്ല നല്ല ഫുഡാണ്. അതേ സമയത്ത് നമ്മൾ ഇതിന് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റ് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെയുള്ള ഉപയോഗിച്ച് ഒരു നല്ലൊരു വൈദ്യോപദേശം അതിന് അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ 2 രൂപത്തിൽ ഇതിനെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ, അതായത് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ, ഞരമ്പിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കേണ്ട അതിനു വേണ്ടി എന്ത് ചെയ്യാന്നുള്ളതും, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ലീവിൽ വരുന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഗൾഫിലെ പ്രവാസികളെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാകും, അവർക്ക് കൂടുതൽ സമയം ഒന്ന് ബന്ധപ്പെടണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം തവണകളായിട്ട് അവർക്ക് ബന്ധപ്പെടണം. കാരണം അവർ അത്രയും 2-3 വർഷത്തിന് ശേഷം വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ വരുന്ന സമയത്ത് പരമാവധി അവർക്ക് ബന്ധപ്പെട്ട് അവരെ ഭാര്യയെ തൃപ്തിപ്പെടുത്താനും ഒക്കെ സാധിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചധികം സമയം ടൈമിങ് കിട്ടാനും അല്ലെങ്കിൽ കുറച്ചധികം സമയം ലിംഗം ഉദ്ധരിച്ച് കിട്ടാനും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? അവർക്കും ദോഷരഹിതമായ രൂപത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന മരുന്നുകളുണ്ട്. അത് അവർ പതിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം ഗുണങ്ങൾ കണ്ടുവരാറുണ്ട്. അതാണ് നമ്മളെ അനുഭവം. ഓക്കെ. ഇപ്പോൾ അതിന് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അവർക്ക് എന്തൊക്കെയാണ് അവർക്കിപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ നേരിട്ട് വരാൻ പറ്റില്ല. അവരെ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമ്മളെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകും. ഓക്കെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതായത് ഇവിടെ വന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ തന്നെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കിംസാലി ഗുരുക്കളുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.